നമസ്കാരം. കോൺഗ്രസിനും കൊണ്ടേ പോവുകയുള്ളൂ എന്നൊരൊറ്റ പിടിവാശിയിൽ നിന്ന കെ സുധാകരൻ തൻ്റെ പാർലമെൻറ്റ് ഹൗസിലെ മുറിയിൽ 4 ദിവസം അടച്ചിട്ടിരുന്ന് സസ്പെൻസിൻ്റെ തരംഗങ്ങൾ സൃഷ്ടിച്ച കെ സുധാകരൻ എന്ന അരിക്കൊമ്പൻ അല്ലെങ്കിൽ പടയപ്പ 4-ാം ദിവസം വിനീത വിധേയനായി മാൻകുട്ടിയെ പോലെ, മാൻകൂട്ടത്തിലല്ല മാൻകുട്ടിയെ പോലെ, എന്തുകൊണ്ട് ഞാൻ ചെറുത് പാർട്ടി വലുത്, വലിയ മനുഷ്യരും ചെറിയ ലോകവും, അല്ല തിരിച്ച് വലിയ ലോകവും ചെറിയ മനുഷ്യരും എന്ന ജി അരവിന്ദൻ്റെ കാർട്ടൂൺ സ്ട്രിപ്പ് പോലെ അല്ലെങ്കിൽ ഗ്രാഫിക് സ്റ്റോറി പോലെ എങ്ങനെ മെരുങ്ങി വന്നു എന്നുള്ളത് ലോകാത്ഭുതങ്ങളിൽ 8-ാമത്തെ എണ്ണമായിട്ട് നമുക്ക് കണക്കാക്കാം. ഇതിന് തക്ക തന്ത്രം പാർട്ടിക്കുണ്ടോ? പണ്ട് ലീഡർ കെ കരുണാകരൻ ഇതുമാതിരിയുള്ള തന്ത്രങ്ങളുണ്ടായിരുന്നു. ആ തന്ത്രങ്ങൾ കൊണ്ട് അദ്ദേഹം പലരെയും മെരുക്കിയിട്ടുണ്ട്. അതിലൊരാളാണ് പി കെ കുഞ്ഞാലിക്കുട്ടി. അദ്ദേഹത്തിൻ്റെ വീര അവകാശവാദങ്ങളെ കത്തിച്ചു ഭസ്മമാക്കി തീർത്തത്, അദ്ദേഹം ഭസ്മാസുരനെ പോലെ പെരുമാറിക്കൊണ്ട് തകർത്തത് ഈ തന്ത്രം കൊണ്ടാണ്. അത് ചില വീഡിയോ റെക്കോർഡുകളാണെന്ന് പറയപ്പെടുന്നു. ഇപ്പോൾ അത്തരം വീഡിയോ റെക്കോർഡുകൾ ആവശ്യമില്ല. സൈബർ സ്പേസുകളുണ്ടല്ലോ ധാരാളമായിട്ട്. പറമ്പ് പോലെ, വിസ്താരമേറിയ ഭൂമി പോലെ കിടപ്പുണ്ട്, അനന്തസാഗരം പോലെ, വലിയൊരു മഹാസാഗരം പോലെ. അപ്പോൾ ഇവിടെ എന്താണ് സംഭവിച്ചിരിക്കാൻ സാധ്യത? അങ്ങനൊരു വീഡിയോ ആണെങ്കിൽ ആ വീഡിയോയിൽ എന്താണ് ഉണ്ടായിരിക്കുക? സുധാകരനെ പറ്റി പറഞ്ഞു കേട്ടതും അതുപോലെ നേരായിട്ട് ബോധ്യമായിട്ടുമായിട്ടുള്ള കഥകളിൽ നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഒരു അപജയം എന്ന് പറയുന്നത്, അദ്ദേഹം പ്രതിയാക്കപ്പെടാനുള്ള ഒരു കേസ് എന്ന് പറയുന്നത്, വ്യാജമായിട്ട് ശബരിമലയുടെ ഒരു ചെമ്പോല നിർമ്മിച്ചത് ആൻറ്റിക് പ്രോപ്പർട്ടി ആണെന്ന് പറഞ്ഞ് വിദേശ മാർക്കറ്റുകളിൽ വിൽക്കാൻ ശ്രമിച്ച ജോൺസൺ മാവുങ്കലിൻ്റെ പ്രസിദ്ധം അല്ലെങ്കിൽ കുപ്രസിദ്ധമായിട്ടുള്ള ആ ചെമ്പോലയാണ്. ആ ചെമ്പോല നിർമ്മിച്ച ജോൺസൺ മാവുങ്കലിൻ്റെ സുഹൃത്തായിരുന്നു കെ സുധാകരൻ എന്നുള്ളതിന് ലക്ഷ്യങ്ങളുണ്ട്. അദ്ദേഹം അവിടെ പോയിരിക്കുന്നതിൻ്റെ ചിത്രങ്ങൾ അല്ലെങ്കിൽ വീഡിയോ സൈബർ സ്പേസിൽ ലഭ്യമാണ്. അതാണ് അദ്ദേഹത്തിന് സംഭവിച്ച ഒരു രാഷ്ട്രീയമായിട്ടുള്ള അപജയം അല്ലെങ്കിൽ പരാജയം, ഒരു ജീർണത. അതൊരു കേസിൽ അദ്ദേഹത്തെ പ്രതിയാക്കാൻ തക്കവണ്ണം തീർച്ചയായിട്ടും അതിന് ഉപോദ്ബലകമാകുന്നതാണ്. എന്തെന്ന് വെച്ചാൽ ഇത്തരം ഒരു ടെയിൻറ്റഡ് പേഴ്സണാലിറ്റിയുമായിട്ടുള്ള സൗഹാർദ്ദം എന്ന് പറയുന്നത് ഒരിക്കലും ഒരു പൊതുപ്രവർത്തകന് യോജ്യമല്ല. അത്തരം കേസുകളിലാണല്ലോ നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഇളയ ശിഷ്യൻ പ്രതിയായിട്ടും മാറ്റി നിർത്തപ്പെട്ടിട്ടുള്ളതും തൊട്ടുകൂടാത്തവനായി പ്രഖ്യാപിക്കപ്പെട്ടതും അസ്പൃശ്യത കൽപ്പിച്ചതുമല്ല. അപ്പോൾ അതൊരു കേസ് തന്നെയാണ്, ബലമായൊരു കേസാണ്. അപ്പം എന്തുകൊണ്ടോ മാറി മാറി വരുന്ന സർക്കാരുകൾ ഒന്നും തന്നെ, അതായത് പിണറായി 2ഉം 3ഉം ഒന്നും തന്നെ അതിനെ പഴ്സ്യൂ ചെയ്യുന്നില്ല, പിന്തുടരുന്നില്ല, ഫോളോ അപ്പ് ചെയ്യുന്നില്ല, മാധ്യമങ്ങളും ഫോളോ അപ്പ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് വസ്തുത. അതുപോലെ തന്നെ മറ്റൊന്ന്, വീഡിയോ ഭീഷണിയായിട്ട് അദ്ദേഹത്തിനെതിരെ ഉപയോഗിക്കാൻ സാധിക്കുന്നത്, അദ്ദേഹം വനം വകുപ്പ് മന്ത്രിയായിരിക്കെ നടത്തിയ ചില കൊള്ളകൾ. വനം വകുപ്പ് ആര് കയ്യേറിയാലും അവിടെ അഴിമതി ആരോപണം ഉണ്ടായിട്ടുണ്ട്. ഈ അഴിമതിക്കൊപ്പം ഒക്കെ അപ്പുറമെന്ന് കരുതിയിരുന്ന ഒരു പാർട്ടിയാണ് CPI. അടുത്ത കാലം വരെ അതിനെ ആ ജീർണത ബാധിച്ചിരുന്ന ബൂർഷ്വായിസ്റ്റ് ജീർണതയാണല്ലോ അത്, മുതലാളിത്ത ജീർണത. അത്തരം ഒരു ജീർണത ബാധിച്ചിരുന്നില്ലായിരുന്നു. പക്ഷേ KE ഇസ്മയിൽ വനം വകുപ്പിൻ്റെ ചുമതല ഏറ്റതോടുകൂടി പെരിയ തടിവെട്ട് കേസിലെ അഴിമതി ആരോപണം ശക്തമായ രീതിയിൽ അദ്ദേഹത്തിനെതിരെ ഉന്നയിക്കപ്പെട്ടിരുന്നു. പാർട്ടിയിൽ തന്നെ അദ്ദേഹത്തിനെതിരെയുള്ള ഒരു വിഭാഗമാണത് ഉന്നയിച്ചതെന്ന് പറയപ്പെടുന്നുണ്ട്. അത് നമുക്കറിയാം. കാനൻ രാജേന്ദ്രനും KE ഇസ്മായിലും 2 ചേരികൾ, പാർട്ടിയിലൊരു ചേരിതിരിവ് അങ്ങനെ ഉണ്ടാകുന്നു. ആദ്യമായിട്ട് CPIയിൽ അത് കേട്ട് കഴിവില്ല. ആകെപ്പാടെ കുറച്ച് ആട് തീരെ കുറവും നേതാക്കന്മാർ ഒരുപാടുമുള്ള പാർട്ടിയായിരുന്നു. നേതാക്കളെല്ലാം ഏതാണ്ട് ഒരുപോലെ തമ്മിൽ തല്ലാതെ നിന്നത്. CPI ആയതിനു ശേഷം അണികളൊന്നുമില്ലാത്തതുകൊണ്ട് നമ്മൾ തല്ലിയിട്ട് വലിയ കാര്യമൊന്നുമില്ലെന്നുള്ളൊരു ബോധ്യം കൊണ്ടാവാം അങ്ങനെ ഒരു കേസ് അദ്ദേഹത്തിനെതിരെ വന്നത് മാത്രമാണ് CPI ഭരിച്ചിരുന്നപ്പോൾ ഉണ്ടായിട്ടുള്ള സംഭവം. അല്ലാത്തപ്പോൾ ഒരുപാട് കേസുകൾ ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ MP വീരേന്ദ്രകുമാർ ഒരു ദിവസവും കണ്ട് വനം വകുപ്പ് ഭരിച്ചതേ ഉള്ളൂ. പക്ഷേ അദ്ദേഹത്തിനെതിരെയും
കേസ് വന്നിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ സ്വകാര്യ ഭൂമി അല്ലാത്ത ഭൂമി, വനം ഭൂമി എടുത്ത് അദ്ദേഹത്തിൻ്റെ സ്വകാര്യമാക്കുകയൊക്കെ ചെയ്ത് മാതൃഭൂമിയിൽ ഇത് സംബന്ധിച്ച വാർത്ത വന്നതിനെ തുടർന്ന് അതിൻ്റെ എഡിറ്ററെ പിരിച്ചുവിടുകയും അവർ തമ്മിൽ നീണ്ട സമരം നടക്കുകയും കേസ് വ്യവഹാരം നടക്കുകയും അവസാനം അതിൻ്റെ എഡിറ്ററെ തന്നെ പിരിച്ചുവിടുകയും ഒക്കെ ചെയ്ത സാഹചര്യവും അദ്ദേഹം സൈബർ പോരാട്ടം നടത്തിയ സാഹചര്യവും ജീവനോടെ തന്നെയുണ്ട്. അദ്ദേഹം പി രാജൻ എറണാകുളത്ത് തന്നെയുണ്ട്. ധീരനായിട്ടുള്ള ഒരു പോരാളിയായിട്ടുള്ള മാധ്യമപ്രവർത്തകൻ അദ്ദേഹം അവിടെ തന്നെയുണ്ട്. ആ കഥകളൊക്കെ സൈബറിൽ കൂടി നമ്മൾ പലവട്ടം വായിച്ചതാണ്, എല്ലാവരും ഇപ്പം മറന്നുപോയിരിക്കുന്നെങ്കിലും. അങ്ങനെയുള്ള അഴിമതി നിറഞ്ഞ വകുപ്പിലിരുന്നപ്പോൾ ഇദ്ദേഹത്തിനെതിരെ ആരോപണം ഉണ്ടായെന്നാണ് പറഞ്ഞു വയ്ക്കുന്നത്. അപ്പോൾ അതൊരു വലിയ ഗുരുതരമായിട്ടുള്ള ആരോപണമൊന്നുമായിട്ട് വന്നിട്ടില്ല, ചീറ്റി പോവുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതൊരു ഭീഷണിയായിട്ടുള്ള ആയുധമായിട്ട് അല്ലെങ്കിൽ വജ്രായുധമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നില്ല. ഇപ്പോൾ അവിടെ നമ്മൾ സാഹചര്യ തെളിവുകൾ വെച്ച് നോക്കാം. എന്താ നടന്നത്? ആദ്യത്തെ ദിവസം ചർച്ച രാഹുൽ ഗാന്ധിയുടെ വീട്ടിലായിരുന്നു. ചർച്ച ചെയ്തിട്ടും കാര്യം അങ്ങോട്ട് തീരുന്നില്ല. കാര്യങ്ങൾ എന്താണെന്ന് അതിൻ്റെ ഒരു കാര്യഗ്രഹണശേഷി വളരെ കുറവുള്ള ഒരു നേതാവാണല്ലോ രാഹുൽ ഗാന്ധി. അദ്ദേഹത്തിന് അങ്ങോട്ട് അതിൻ്റെ ക്രക്സ് എന്താണെന്ന് അങ്ങോട്ട് പിടികിട്ടുന്നില്ല. നിങ്ങൾ തമ്മിൽ അങ്ങ് തീർത്തോളാൻ പറഞ്ഞ് അദ്ദേഹം 10 മണിയായപ്പോൾ പതുക്കെ കൂട്ടുവായൊക്കെ ഇട്ടു. ശകലം കഴിഞ്ഞപ്പോൾ എനിക്ക് എന്ന് പോയി ഉറങ്ങണം എന്ന് പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ പാട്ടിന് കിടപ്പറയിലേക്ക് അങ്ങ് പോയി. അപ്പോൾ ലോധി റോഡിലെ അദ്ദേഹത്തിൻ്റെ വസതിയിലായിരുന്നു ചർച്ച. അത് കഴിഞ്ഞപ്പോൾ എന്നാൽ പിന്നെ അതിനേക്കാൾ പ്രായം കുറവുള്ള ചുറുപ്പുള്ള ചെറുപ്പക്കാരനാണല്ലോ മല്ലികാർജുൻ ഖാർഗെ. ഈ ജിംനേഷ്യത്തിലുമൊക്കെ പോയി നല്ല ബോഡിയും ഫിഗറും ഒക്കെ ഉള്ള ആൾ. അദ്ദേഹം പറഞ്ഞ എന്നാൽ പിന്നെ നമുക്ക് നമ്മുടെ വീട്ടിൽ കൂടെ എനിക്കിന്ന് ഉറങ്ങിയില്ലെങ്കിലും വേണ്ടില്ല, അല്ലെങ്കിൽ ഉറങ്ങാൻ പറ്റുകയില്ല, കാരണം ഞാൻ AICCയുടെ പ്രസിഡൻ്റായി പോയില്ലേ, അതുകൊണ്ട് അധികാരമല്ല അദ്ദേഹത്തിൻ്റെ കയ്യിലും പണിയല്ല എൻ്റെ കയ്യിലും, കൂലിപ്പണിക്ക് ഞാനും അധികാരം കൈയാളാൻ അദ്ദേഹമാണല്ലോ, അതുകൊണ്ട് വരും ഞാൻ ഉറക്കം വളച്ചിരിക്കാൻ വരും എന്ന് പറഞ്ഞ് അവിടെ നേരം വെളുക്കോളം ചർച്ച നടന്നിട്ട് യാതൊരു പ്രയോജനവും ഉണ്ടായിട്ടില്ല. സരസ്വതി യാമത്തിലെങ്കിലും ഒരു തീരുമാനം ഉണ്ടാകുമെന്ന് വിചാരിച്ച് ദൈവങ്ങളെയും എല്ലാ നേതാക്കന്മാരെയും വിളിച്ചു. അവിടെ ഒരു തീരുമാനം ഉണ്ടാകാതെ വന്നപ്പോൾ അടിച്ചു പിരിഞ്ഞു. ഞാൻ കേരളത്തിലേക്ക് പോകുന്നത് പത്രസമ്മേളനം നടക്കും എന്നൊക്കെ നടത്തും എന്നൊക്കെ പറഞ്ഞു. ഒടുവിലെ പലർ KC വേണുഗോപാൽ വരുന്നു, അദ്ദേഹത്തിൻ്റെ പഴയ അനുയായി, മാറണം ചേട്ടാ, ഇതിങ്ങനെ ചെയ്യരുത്. AK ആൻ്റണി വിളിച്ചു. അപ്പോഴും പോരാട്ട വരുത്തി തന്നെ, ഇല്ല ഞാൻ പാർട്ടി ഉണ്ടാക്കും, ഞാൻ മരുന്നില്ല, ഞാൻ ഒരു രാഹുൽ ഗാന്ധിയും കാണുന്നില്ല, എൻ്റെ തട്ടകം കേരളമാണ്, കണ്ണൂരാണ്, ഞാനവിടെ പോവും, മത്സരിക്കും, പുതിയ പാർട്ടിയും ഉണ്ടാകും, 25 സീറ്റ് ഞാൻ മത്സരിക്കും. പിടിവാശി പിടിച്ചു നിന്ന ആളിനെ നേരിട്ടല്ലാതെ ഫോണിൽ കൂടി മല്ലികാർജുൻ ഖാർഗെ എന്തോ പറഞ്ഞു. ഒന്ന് പിടഞ്ഞു സുധാകരൻ, അദ്ദേഹം പുതിയൊരു മനുഷ്യനായി, അതുപോലെ ആയിത്തീർന്നു. അതായത് എനിക്ക് തോന്നുന്നത് ഇപ്പോൾ നമ്മൾ പണ്ട് കണ്ട പോരാട്ട വീര്യമുള്ള അരിക്കൊമ്പനും മതം പിടിച്ച ആനയെപ്പോലെ നിൽക്കുന്ന മതയാന പോലെയുള്ള ആളായിട്ടുള്ള സുധാകരനെയോ അല്ലെങ്കിൽ ഗുരുവായൂർ കേശവനെ പോലെ തലപ്പൊക്കമുള്ള സുധാകരനെയോ ഒന്നും അല്ല. നമ്മളിപ്പോൾ കാണുന്ന മാൻകുട്ടിയെ പോലെ പാർട്ടി എന്ത് പറഞ്ഞാലും ഞാൻ അനുസരിച്ചോളാമേ എന്ന് പറയുന്ന ഒരു സുധാകരനെയാണ്. ഈ AI പറ്റിയ നിർമ്മിത ബുദ്ധിയെക്കുറിച്ചൊക്കെ നമ്മൾ ധാരണ കേട്ട് അത് ബുദ്ധിയാണ്. ഇത് നിർമ്മിത ശരീരമുണ്ടോ? ഈ 4 ദിവസം ഈ പാർലമെൻറ്റ് ഹൗസിനകത്ത് കടന്നു കഴിഞ്ഞ് ഈ മനുഷ്യനെ കോൺഗ്രസ്സുകാർ രഹസ്യമായിട്ട് ഡീകൺസ്ട്രക്റ്റ് ചെയ്ത് പിന്നെ റീകൺസ്ട്രക്റ്റ് ചെയ്ത് അപനിർമ്മാണം എന്നൊക്കെ പറയുമല്ലോ ഈ ആധുനിക സുനിൽ ഒക്കെ അങ്ങനെ പറയാറുണ്ടല്ലോ. അങ്ങനെ എന്തെങ്കിലും ഒരു മാറ്റം സംഭവിച്ച് പരിണാമം സംഭവിച്ച് പുതിയൊരു മനുഷ്യനായിട്ട് മാറി. എന്തൊരു വിനയം, വാക്കുകൾക്ക് എന്തൊരു സൗമ്യത, പണ്ടത്തെ പൊട്ടിത്തെറിയൊന്നുമില്ല, കൊമ്പനാനയുടെ ആ മതം കലർന്ന ഭാവമില്ല, ചിഹ്നം വിളിയില്ല, ആകെ അടങ്ങി കൊമ്പിട്ട് നിൽക്കുന്ന ആളിനെ പോലെയാണ്, മാൻകുട്ടിയെ പോലെയാണ്. ഇപ്പോൾ തുമ്പിക്കൈയും കൊമ്പും എല്ലാം പോയി പുതിയൊരു ജന്മമായിട്ടാണ് അദ്ദേഹം പിന്നിപ്പോൾ കേരളത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ അനുയായികൾ, അദ്ദേഹത്തിന് വേണ്ടി മരിക്കാൻ തയ്യാറായിട്ടുള്ള ആളുകൾ വരെയുണ്ട്, സുധാകരൻ്റെ ആർമി വരെയുണ്ട്. സുധാകരനെ രക്ഷിക്കാൻ വേണ്ടി അദ്ദേഹത്തിന് വേണ്ടി ചാവേറായിട്ട് മരിക്കാനും തയ്യാറായിട്ടുള്ള സുധാകരൻ്റെ ആർമി വരെയുണ്ട്, കണ്ണൂർ പ്രത്യേകിച്ചുമുണ്ട്. അവരൊരു ശരിക്കും പറഞ്ഞാൽ ഇറാനിയൻ റവല്യൂഷണറി ഗാർഡ് കോർപ്സിനെ പോലെ അദ്ദേഹത്തെ സംരക്ഷിച്ചുകൊണ്ടിരിക്കുക. അതിനിടയ്ക്കൂടെ മല്ലികാർജുൻ ഖാർഗെ, രാഹുൽ ഗാന്ധി അല്ല, വെച്ച ഒരു വെടി ഏറ്റെന്നാണ് എനിക്ക് തോന്നുന്നത്. അതൊരു മയക്ക് വെടി ആയിരുന്നു എണിക്കണം. ആ മയക്ക് വെടി ഏറ്റു, അദ്ദേഹം കൈ ഊപ്പിത്തൊഴുത് പിൻവാങ്ങി ഇപ്പോൾ കോൺഗ്രസിൻ്റെ അച്ചടക്കമുള്ള പ്രവർത്തകനായിട്ട് അച്ചട്ടായിട്ട് വന്നിരിക്കുക. സുധാകരൻ ഇങ്ങനെ മെരുങ്ങിയതിന് പിന്നിൽ ഈ മയക്കുവെടിയായിട്ട് വന്നത് ഞാൻ മനസ്സിലാക്കുന്നത്, ഇപ്പോൾ കോൺഗ്രസ് ജയിക്കും,
നമുക്ക് വി ഡി സതീശനെ മുഖ്യമന്ത്രിയാക്കാം. മുഖ്യമന്ത്രിയാക്കി കഴിയുമ്പോൾ ഞങ്ങളിപ്പോൾ സണ്ണി ജോസഫ് പേരാവൂരിൽ ജയിച്ചിട്ട് MLA ആയിട്ട് പോവുകയാണെങ്കിൽ അത് മിക്കവാറും നടക്കും. കാരണം ശൈലജ ടീച്ചറെ തോൽപ്പിക്കാൻ വേണ്ടി CPM സണ്ണി ജോസഫിന് അവിടെ വോട്ട് ചെയ്യും. നമ്മൾ അമ്പലപ്പുഴയിൽ നമ്മൾ കണ്ടതാണല്ലോ പണ്ട് മാരാരിക്കുളത്ത് VS അച്യുതാനന്ദനെ തോൽപ്പിച്ചത് പാർട്ടി സഖാക്കളെല്ലാം കൂടെ ചേർന്നിട്ട്. VS അച്യുതാനന്ദൻ അത് മനസ്സിലായതുമാണല്ലോ. അതുപോലൊരു തോൽപ്പിക്കൽ അവിടെ നടക്കുന്നതുകൊണ്ട് സണ്ണി ജോസഫ് ജയിച്ച് നിയമസഭയിലേക്ക് പോകും. അപ്പോൾ ഈ 2 ചുമതല ഒരാൾ വഹിക്കേണ്ട. KPCC പ്രസിഡൻ്റായിട്ട് മിക്കവാറും വീണ്ടും വരാം. അദ്ദേഹം വളരെ ആഗ്രഹിച്ചിരുന്ന ഒരു സ്ഥാനമാണ് MLA സ്ഥാനത്തിനേക്കാൾ. അവിടുന്ന് നിഷ്കരണം സീതാറാം കേസരിയെ പറഞ്ഞു വിടുന്ന പോലെ പറഞ്ഞു വിട്ടുക. ആ സ്ഥാനം വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. പിന്നെ വേറൊരു കാര്യമുണ്ട്, ഇത് ഫോണിൽ കൂടാണ് പറഞ്ഞത്, മല്ലി എഴുതിയല്ല കൊടുത്തത്. മല്ലികാർജുൻ ഖാർഗെ പറയുന്ന കാര്യങ്ങളൊന്നും നടപ്പായിട്ടില്ല. അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞ ജനുവരിയിൽ DK ശിവകുമാർ കർണാടകത്തിൽ മുഖ്യമന്ത്രിയാവേണ്ടതായിരുന്നു. എന്തായാലും സുധാകരന് ശരീരശക്തിയാണ് കൂടുതൽ. അതായത് അദ്ദേഹത്തിനുള്ളത് ശരീരശക്തിയാണ്, ബുദ്ധിശക്തി എത്രമാത്രം ഉണ്ടെന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. കാരണം വലിയ ശരീരവും ചെറിയ തലയുമാണ് അദ്ദേഹത്തിൻ്റെ. അപ്പോൾ തടിമിടുക്കനും മതിമിടുക്കനും എന്ന് പറയുന്നത് പോലെ ഇദ്ദേഹം ഒരു തടിമിടുക്കൻ മാത്രമാണ്, മതിമിടുക്കനല്ല. മല്ലികാർജുൻ ഖാർഗെ എനിക്ക് തോന്നുന്നൊരു മതിമിടുക്കനും കൂടിയാണെന്ന് തോന്നുന്നു. അതുകൊണ്ടായിരിക്കും ഇങ്ങനെ വാക്കാൽ പറഞ്ഞിട്ട് ഇത് നടപ്പാവണമെന്നൊന്നുമില്ല. അദ്ദേഹം സണ്ണി ജോസഫ് ജയിച്ച് കഴിയുമ്പോൾ അദ്ദേഹം തന്നെ ചിലപ്പോൾ KPCC പ്രസിഡൻ്റായിട്ട് തുടരാനും സാധ്യതയുണ്ട്. ആ കാര്യം ഒന്ന് ഫോളോ അപ്പ് ചെയ്തോണം സുധാകരൻ എന്ന് മാത്രമേ എനിക്ക് പറയാൻ കഴിയുള്ളൂ. പക്ഷേ ഒരു കാര്യമുണ്ട്, സുധാകരൻ അവിടെ നിന്ന് പിൻവാങ്ങിയെങ്കിൽ ലക്ഷം പിന്നാലെ എന്ന് പറഞ്ഞ് കേരളത്തിലെ സർവ്വമാന കോൺഗ്രസ് സീറ്റ് കോൺഗ്രസ് മത്സരിക്കുന്ന എല്ലാ സീറ്റിലും വിമതശല്യം അതികഠിനമായിട്ട് കൃമിശല്യം പോലും ഇപ്പോഴും തുടരുന്നുണ്ട്. ആനശല്യം തീർന്നു, പക്ഷേ കൃമിശല്യങ്ങൾ ഇപ്പോഴും തുടർന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അതാണ് ഈ ആഴ്ചത്തെ രാഷ്ട്രീയ വാരഫലം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.